ഉണ്ട്. ഞങ്ങൾ താമസിക്കുന്ന ലോഡ്ജിൻ്റെ അവിടെ കഴിക്കാൻ വേണ്ടി പോവാണ് പഹർഗഞ്ചിൽ. ഇത് കണ്ടോ, പ്രവേശനം കണ്ടോ? അതെന്ന് വെച്ചാൽ ഒരു ചേരിയാണ്, ചേരിക്കുള്ളിലാണ് ഈ ഹോട്ടൽസ് വരുന്നത് കേട്ടോ. അല്ലാതെ മെയിൻ റോഡല്ല, ഇതുപോലെ ചെറിയ റോഡാണ് കേട്ടോ. ഇവിടെ ഇഷ്ടം പോലെ ഇതുണ്ട്. ഇതൊരു ഹോട്ടലാണ് കണ്ടോ. ഇങ്ങനെ ഈ ഭാഗത്ത് ഇഷ്ടം പോലെ ഹോട്ടലുകളുണ്ട്. ഒത്തിരി ഫാമിലീസും ഒക്കെ വന്ന് താമസിക്കുന്നുണ്ട്. ഇവിടെ എല്ലാം ഇങ്ങനെയുള്ള ഒത്തിരി ഹോട്ടൽസ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇവിടെ അമ്പലം, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഇതിലൊക്കെ ഉണ്ട്. അങ്ങനെ അവിടുത്തെ കാര്യം. ഇതിലേക്കൂടെ ഇങ്ങനത്തെ ഓട്ടോറിക്ഷ മാത്രമേ കയറി വരത്തുള്ളൂ. ഇതുണ്ട്, മാത്രമേ വരത്തുള്ളൂ. എന്തായാലും ഭയങ്കര രസമാണ് ഇവിടുത്തെ ജീവിതമേ. ഒരു മുറി ഒക്കെ ഉള്ളൂ, അതിനകത്ത് അവരുടെ ജീവിതം. ഇതുണ്ട്, ഇത് വേറൊരു ഹോട്ടലാണ് കണ്ടോ. അടിപൊളിയാണ്. ഇവിടെ എല്ലാം ഉണ്ട്. പച്ചക്കറി കടയുണ്ട്, ഇതുണ്ടോ, ടൈലറിങ് ഷോപ്പ്, എല്ലാ സംഭവം. ഇങ്ങനെയുള്ള ചെറിയ വീടുകൾ, ചെറിയ 1-2 മുറികളൊക്കെ ഉള്ള വീടുകളിലാണ് ഇവിടെ താമസം. നമ്മളൊക്കെ ഇവിടെ അല്ല കൊട്ടാരത്തിലാണ് താമസിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കരമാണ്. ാണ് ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം വന്നേക്കുന്നത്. ഡൽഹി പഹർഗഞ്ചിൽ ഇഷ്ടംപോലെ മലയാളി ഹോട്ടലുകളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കിവിടെ വന്നാൽ ദോശ, പുട്ട്, അപ്പം, മുട്ടക്കറി, അങ്ങനെ എല്ലാ സാധനവും കഴിക്കാം. ഇതുണ്ടോ, നമുക്ക് പൊറോട്ടയും മുട്ടക്കറിയാണ് കേട്ടോ. കുറേ നാളായി പൊറോട്ട കഴിച്ചിട്ട്. അപ്പം ഇന്ന് ഇതിൻ്റെ കുറേ നാളായി പൊറോട്ട കഴിച്ചിട്ട്. അപ്പോൾ ഇത് പൊറോട്ടയും മുട്ടക്കറി. അപ്പോൾ 2 മുട്ട നല്ല വിലയുണ്ട് കേട്ടോ. ഇത് 25 രൂപയായി പൊറോട്ടയ്ക്ക് വില വരും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മളിവിടെ 12 ആക്കിയതിന് എന്തൊരു അഭ്യാസമായിരുന്നു. ഇവിടെ നമ്മൾ അവർ പറയുന്ന വില കൊടുത്ത് കഴിക്കും. ഈ മുട്ടക്കറിക്ക് എനിക്ക് തോന്നുന്നു 90 രൂപയാണ് മുമ്പേ കഴിച്ചത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വില നിലവാരം. എപ്പോഴും സൗത്ത് ഇന്ത്യ വരുമ്പോൾ, നോർത്ത് ഇന്ത്യ വരുമ്പോൾ ഇവിടുത്തെ ഫുഡ് കഴിച്ചാൽ നമുക്ക് വളരെ ബഡ്ജറ്റായിട്ട് കിട്ടും. നമ്മുടെ ഫുഡ് കഴിക്കുമ്പോൾ ശരിക്കും നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു, അതാ വ്യത്യാസം. സാധനം കൊള്ളാം കേട്ടോ, നല്ല. ഞങ്ങൾ കഴിച്ചിട്ടുള്ളൂ. ഓക്കെ. ഡൽഹി റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിലുള്ള പഹർഗഞ്ചാണ് ഇത് കേട്ടോ. വസ്ത്രങ്ങളും എല്ലാം ഉള്ള ഭയങ്കര ഒരു മാർക്കറ്റാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം സരോജിനി മാർക്കറ്റിലൊക്കെ ഉള്ള അതേ വിലയിൽ നിങ്ങൾക്ക് സാധനങ്ങൾ ഇവിടെ കിട്ടും കേട്ടോ. അവിടെ വരെ പോകണമെന്നില്ല. അത്യാവശ്യം ട്രെയിനിൽ കയറാൻ സമയമില്ലാത്തവർക്ക് ഈ മാർക്കറ്റ് വന്നാലും കിട്ടും. തുണികളും അതുമെല്ലാം വലിയ വില വ്യത്യാസമൊന്നും ഇവിടുത്തെ തമ്മിലില്ല എന്നുള്ളതാണ്. ഞങ്ങൾ റൂം എടുത്തത് പഹർഗഞ്ചിലാണ്. ഇതുണ്ടോ, ഒത്തിരി ആൾക്കാർ ഇവിടെ താമസിക്കുന്ന സ്ഥലമാണ്. ഇതാണ് നമ്മൾ താമസിച്ച ഹോട്ടല്, ക്ലിക്ക് ഇൻ്റർനാഷണൽ. ഓക്കെ. മേക്ക് മൈ ട്രിപ്പ് ആപ്പ് വഴി എടുത്താണ് കേട്ടോ. വളരെ മോശമാണ്. ഒരു കാരണവശാലും ഈ ഹോട്ടൽ എടുക്കരുത്. ഒറ്റ സ്വിച്ച് പോലും വർക്ക് ചെയ്യത്തില്ല. എല്ലാം പഴയ സാധനം. ഒരിക്കലും എടുക്കരുതേ. ഇത് അവിടെ ഉണ്ട്. ഇതുണ്ട്, ഇവിടെ എല്ലാം ക്ലീൻ ചെയ്ത് വരുന്നതേ ഉള്ളൂ. ഇതെല്ലാം ഇങ്ങനെയുള്ള ഓരോ ഗതികളാണ്. ഇതുണ്ടോ, ഇവിടെ എല്ലാം ഇങ്ങനെയാണ്. ഭയങ്കര കച്ചറ. പക്ഷേ ഇതെല്ലാം ക്ലീൻ ആക്കും കേട്ടോ. ഇവിടുത്തെ കടകളും ഇതൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഷോപ്പുകളും ഒക്കെ ആയിട്ട് ഇഷ്ടം പോലെ ആൾക്കാരെ. ഇതുണ്ടോ നോക്കി, ഇങ്ങനെയാണ് ഇവിടുത്തെ. ഇങ്ങനെയുള്ള ഗലികളിൽ ഇഷ്ടം പോലെ ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കുഴപ്പമില്ല, അത്യാവശ്യം റൂമൊക്കെ നീറ്റ് തന്നെയാണ് എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ഇങ്ങനെ വരുന്ന സ്ഥലമൊക്കെ ഇതുപോലുള്ള സ്ഥലമാണ്. പക്ഷെ നിങ്ങൾ ആദ്യം വരുമ്പോൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. വേറെ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിച്ചോണം എന്ന് മാത്രം. ആ ഒരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചോണം. പോക്കറ്റിലൊക്കെ മൊബൈൽ വെച്ചാൽ എടുത്തുകൊണ്ട് പോകുന്നൊക്കെ ഇവിടെ ഒരു മലയാളി കടകൾ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അതേ ഉള്ളൂ, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മുടെ സാധനങ്ങൾ നമ്മൾ സൂക്ഷിച്ചോണം. ഭയങ്കരമായിട്ട്
മോഷണമുള്ള ഒരു ഏരിയയാണ് നമ്മുടെ ഈ ഡൽഹി എന്ന് പറയുന്നത്. അത് മാത്രം നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പം രാവിലെ ചായ കുടിക്കാനുള്ളതാണ്. ഇതാണ് അതുകൊണ്ട് ആ ബസ് പോകുന്നില്ലേ, അവിടെ നിന്നാണ് നമ്മളിങ്ങോട്ട് കയറി വരുന്നത്. ഇതുണ്ടോ, ഇവിടെ എല്ലാം ഇങ്ങനെ ഇതുണ്ടോ, അടിപൊളി. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ റൂമുകളൊക്കെ ഉണ്ട്, പല റേറ്റിലൊക്കെ ഉള്ള റൂംസൊക്കെ ഉണ്ട്. ഇതുണ്ടോ എഴുതി വെച്ചിരുന്നു 800 രൂപ ആ ഒരു റേഞ്ചിലൊക്കെ നമുക്കിവിടെ റൂം കിട്ടും ബഹർഗഞ്ച്. പിന്നെ പ്രശ്നം കണ്ട് ഇത് മാത്രമേ ഉള്ളൂ, എവിടെ നോക്കിയാലും ഇതാണ് ഇവിടെ പ്രശ്നം. മാലിന്യം ഒരു വലിയ കട. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇത്രയും ആൾക്കാർ തിങ്ങി നിറഞ്ഞ് എടുക്കുക, ഇത് വന്ന് ക്ലിയർ ചെയ്തുകൊണ്ട് പോകും. ഇത്രയും ആൾക്കാർ താമസിക്കുന്നിടത്ത് തീർച്ചയായിട്ടും മാലിന്യ സംസ്കരണം ഒരു വലിയ പ്രശ്നം തന്നെ പ്രോപ്പറായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് വരുന്ന റോഡാണ്. അതുകൊണ്ട് അതാണ് ന്യൂഡൽഹി, ആ കാണുന്നതാണ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ. അതിൻ്റെ അകത്തോട്ട് അവിടെ നിന്ന് ഇറങ്ങി, സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ റൈറ്റ് സൈഡിലോട്ട് തിരിഞ്ഞൊരു 100 മീറ്റർ കഴിയുമ്പോഴാണ്, കണ്ടോ ഈ സ്ഥലം. ഇവിടുന്ന് അകത്തോട്ട് പോയാൽ ഇഷ്ടം പോലെ ബഡ്ജറ്റ്ലി ഫ്രണ്ട്ലി ആയിട്ടുള്ള റൂംസ് കിട്ടും. റൂംസൊക്കെ ഫാമിലി ഒക്കെ താമസിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടെ കണ്ട ഇങ്ങനെയുള്ള ഒത്തിരി കടകളുണ്ട്. എന്താ പൂരി, റൊട്ടി, ഇതെല്ലാം നമ്മുടെ ഫ്രണ്ടിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. എന്താ ഇതാ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷന്. ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഇടത്തോട്ട് തിരിയുന്ന അന്നേരം ഒത്തിരി ഹോട്ടൽസ് ഒക്കെ അവിടെ ഉണ്ട്. അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വരുന്നിടത്താണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് മുഴുവൻ ഉള്ളത്. കണ്ടോ, ഇവിടെ എല്ലാം ഇഷ്ടംപോലെ ഫുഡ് സ്പോട്ടുകൾ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഫുഡിൻ്റെ കാര്യമാണ് കേട്ടോ. അപ്പോൾ അതൊന്നും പേടിക്കേണ്ട കാര്യമില്ല, ഫുഡ് അടിക്കാം. ഇതാ ഡൽഹി റെയിൽവേ സ്റ്റേഷൻ, ന്യൂഡൽഹി. അതിന് നേരെ ഇറങ്ങി ഓപ്പോസിറ്റ് വേണം കേട്ടോ. ഇവിടെ ഇഷ്ടം പോലെ ഹോട്ടലുകളുണ്ട്. ഡൽഹിയിൽ ഏറ്റവും കൂടുതൽ ഹോട്ടലുകളുള്ള ഒരു ഏരിയയാണ് പഹർഗഞ്ച് എന്ന് പറയുന്നത്. ഭയങ്കര ഒരു മാർക്കറ്റും ഭയങ്കര ജനത്തിരക്കും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണിത്. അടിപൊളി. അപ്പോൾ ഇവിടുന്ന് നേരെ പോകുമ്പോൾ മെട്രോ സ്റ്റേഷനുണ്ട്, നമ്മൾ നേരെ അങ്ങോട്ടാണ് യാത്ര കേട്ടോ. ഇതുണ്ട്, ഇവിടെ എല്ലാം മാർക്കറ്റ് എല്ലാമേ തുറന്നു വരുന്നേ ഉള്ളേ. ഇതുണ്ടോ, രാവിലെ 7 മണി കഴിഞ്ഞതേ ഉള്ളേ. എല്ലാം വിജനമാണ്. ഇനിയിപ്പോൾ ഇവിടെ എല്ലാം തുറക്കും. തുറന്നു കഴിയുമ്പോൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് നല്ല രസമായിരിക്കും. രാവിലെ ഇവിടെ ബൈ റോഡിലൊന്നും വലിയ ഒരു തിരക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നില്ലേ. പഹർഗഞ്ചിൽ നിന്ന് നേരെയുള്ള റോഡാണ് അവിടെ അങ്ങനെ പോകുന്നത്. അവിടെ കുറേ കഴിയുമ്പോൾ ഇങ്ങോട്ട് ലെഫ്റ്റ് ഏകദേശം ഒരു 800 മീറ്റർ നടന്നാൽ നമ്മൾ മെട്രോ സ്റ്റേഷൻ എത്തും. ആശ്രം മാർഗ് എന്ന് പറഞ്ഞ സ്റ്റേഷനാണ് കേട്ടോ. അപ്പോൾ നമ്മളവിടെ എത്തി. ഏകദേശം ഒരു 10-12 മിനിറ്റ് പഹർഗഞ്ച്, അതായത് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി സ്റ്റേഷനിൽ കയറാം.